കമ്മ്യൂണിസ്റ്റ് തലത്തൊട്ടപ്പന് 80ാമത്തെ വയസ്സിൽ വെളിപാട്. ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞെങ്കിലും നിരീശ്വരവാദം കൈമുതലാക്കി ജീവിച്ച ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ യഥാർത്ഥ ഹിന്ദുവായിരിക്കുന്നു. പിണറായി വിജയന് ഇന്ന് ശബരിമലയിൽ സമ്മാനിക്കപ്പെട്ട അയ്യപ്പ വിഗ്രഹം വിരൽ ചൂണ്ടുന്നത് നിരവധി വസ്തുതകളിലേക്കാണ്. 7 കോടിയോളം മുടക്കി 5000 പേർക്ക് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി പിണറായി വിജയൻ നടന്നു കയറിയത് സനാതന സംസ്കാരത്തിന്റെ വിശാല ലോകത്തിലേക്ക്. ഇരു കൈകളും കൊണ്ട് ശബരിമല അയ്യപ്പനെ അദ്ദേഹം സ്വീകരിച്ചു. തന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്ന് മാത്രമാണ് പിണറായി വിജയൻ ഇത് ചെയ്തത്. ഒരു മനുഷ്യന് മാറാൻ അധികം സമയം വേണ്ട എന്ന് നമ്മുടെ മുഖ്യമന്ത്രി തെളിയിച്ചിരിക്കുന്നു. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. ഇന്ത്യൻ സംസ്കാരത്തിനെ നമിക്കുന്ന പിണറായി വിജയൻ ഇനി നമ്മുടെ അയ്യപ്പ ഭക്തൻ കൂടിയായി മാറി. വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അയ്യപ്പ വിഗ്രഹം കണികണ്ടായിരിക്കും ഇനി ഓരോ പ്രഭാതവും പിണറായി വിജയൻ തുടങ്ങുക. മത്തായി ചാക്കോ തന്റെ അവസാന നാളുകളിൽ അന്ത്യകൂദാശ ആവശ്യപ്പെട്ടതിനും അത് നൽകിയതിനും താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച വ്യക്തിക്കാണ് ഇപ്പോൾ മാനസാന്തരം ഉണ്ടായിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം ആഘോഷമാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ. ഇതുവരെ ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാൻ ആസൂത്രണം ചെയ്തത് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് കരുതേണ്ടി വരും. വീട്ടിലേക്കും സ്വന്തം ഹൃദയത്തിലേക്കും അയ്യപ്പനെ സ്വീകരിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ഇതുപോലെ പിണറായിക്ക് മുൻപും വെളിപാട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. ഇനിയും സഖാക്കൾ 80 തികയുമ്പോഴെങ്കിലും യഥാർത്ഥ ഹിന്ദുവാകാൻ എത്തട്ടെ. അങ്ങനെ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. 2 കൈയും നീട്ടി കേരളത്തിലെ അയ്യപ്പന്മാർ പിണറായിയെ സ്വീകരിച്ചു കഴിഞ്ഞു. സ്വർണം പോലുള്ള അയ്യപ്പ വിഗ്രഹം പിണറായി വിജയൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വീകരിച്ചപ്പോൾ 80 കൊല്ലമായ ഒരു മനുഷ്യന്റെ ദൈവവിരുദ്ധമായ നിരീശ്വര വിശ്വാസത്തിന്റെ അടിത്തറയിൽ ഇളക്കം വരികയാണ്. മുൻപ് പള്ളിയെന്നും ക്ഷേത്രമെന്നും ഒക്കെ കേട്ടാൽ ഉറഞ്ഞു തുള്ളിയിരുന്ന സാക്ഷാൽ നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റ് വിജയന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ചില അടിപതറലുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ശരി എന്ന് പറയേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനായതുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ നിന്ന് അയ്യപ്പന്റെ പ്രതിമ സ്വീകരിച്ചതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ഭക്തനല്ലെങ്കിൽ തനിക്കത് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുമായിരുന്നു. ഇവർക്കൊക്കെ മനസ്സിൽ ഭക്തിയുണ്ടെന്നും വെള്ളാപ്പള്ളി പറയുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം ഒരു വാഹനത്തിലാണ് അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി പങ്കെടുക്കാൻ എത്തിയത്. ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെ: നേരത്തെയും അദ്ദേഹത്തെ കൈകൊടുത്ത് പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ? അദ്ദേഹം എന്നെയും പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ? എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അടുത്ത തവണയും അദ്ദേഹം തന്നെയാകും മുഖ്യമന്ത്രി. വേറെ ആരെങ്കിലും മുഖ്യമന്ത്രിയാകുന്നതുകൊണ്ട് കാര്യമില്ല. ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രിയാകാനുള്ള ഏക യോഗ്യൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. എല്ലാവരെയും കൊണ്ടു നടക്കാനുള്ള കഴിവും എല്ലാവരെയും മെരുക്കി കൊണ്ടുപോകാനുള്ള ശക്തിയും ഇന്ന് പിണറായിക്കുള്ളതുപോലെ മറ്റാർക്കുമില്ല. UDF-ൽ ദിവസവും ഇടിയുടെ പൂരമല്ലേ നടക്കുന്നത്? അവർ തമ്മിൽ ഐക്യമുണ്ടോ? പിണറായിയുടെ നല്ല കാലമാണ് ഇത്. ഞാൻ അദ്ദേഹത്തിന് പണ്ടേ പിന്തുണ കൊടുത്ത ആളാണ്. UDF അപ്രസക്തമായി. UDF-ന്റെ കൺവീനർ വന്നതോടെ അത് നാമാവശേഷമായി. അദ്ദേഹം പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? രാഹുലിനോട് അസംബ്ലിയിൽ വരരുത് എന്ന് പറഞ്ഞിട്ട് വന്നില്ലേ? കൺവീനറുടെ ഇമേജ് മൈനസിൽ നിന്നും മൈനസിലേക്ക് പോയിരിക്കുകയാണ്. അവരെല്ലാം അയ്യപ്പ ഭക്തരാണ്. ആദർശത്തിനു വേണ്ടി പണ്ടെല്ലാം നിരീശ്വരത്വം പറയുമെങ്കിലും അയ്യപ്പനെ കാണാൻ വരുന്നതിൽ 90% മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരാണ്. പിണറായി തന്നെ 2 തവണ ഇവിടെ വന്നിട്ടില്ലേ? ഭക്തനല്ലെങ്കിൽ വരുമോ? ഇവർക്കൊക്കെ മനസ്സിൽ ഭക്തിയുണ്ട്. ഇപ്പോ തന്നെ അയ്യപ്പനെയല്ലേ പുള്ളി ഹൃദയം കൊണ്ട് സ്വീകരിച്ചത്? ഭക്തനല്ലെങ്കിൽ തനിക്കത് വേണ്ട എന്ന് പറഞ്ഞതിനെ സന്തോഷമായിട്ട് വാങ്ങിയില്ലേ? വെള്ളാപ്പള്ളി പറയുന്നു. എന്തായാലും പിണറായി വിജയൻ ഉണ്ടായ ആ ഒരു മാനസാന്തരം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ തന്നെ, തനിക്ക് വേണ്ട എന്നത് വേണ്ട എന്ന് പറയാനും നിരസിക്കാനും ആർജവമുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് പിണറായി വിജയൻ. പല വേദികളിലും പല അവസരങ്ങളിലും കേരളക്കര അത് അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പ വിഗ്രഹം കൊടുക്കുമ്പോൾ അത് വേണ്ട എങ്കിൽ, അദ്ദേഹത്തിന് അതിനോട് എന്തെങ്കിലും നീരസമുണ്ടെങ്കിൽ, അത് സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ വേണ്ട എന്ന് തന്നെ പറയാമായിരുന്നു. എന്നാൽ മനസ്സുകൊണ്ട് അദ്ദേഹം അയ്യപ്പ ഭക്തനാണ് എന്ന വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ശരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ ഹൃദയത്തോടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ അയ്യപ്പന്റെ ആ വിഗ്രഹം സ്വീകരിച്ചത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴാണ് ഒരു യഥാർത്ഥ ഹിന്ദു ആയത് എന്ന്. എന്തായാലും ഇതുപോലെ എല്ലാവരുടെയും മനസ്സിൽ ദൈവവിശ്വാസമുണ്ട്, നിരീശ്വരവാദം എന്നുള്ളത് അവർ വെറുതെ പുറത്തു പറയുന്നതാണ് എന്ന് വെള്ളാപ്പള്ളി പറയുന്നത് പോലെ തന്നെ ഒരുപാട് സഖാക്കന്മാർ അവരുടെ ജീവിതത്തിന്റെ അന്ത്യവേളയിലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ സനാതന സംസ്കാരത്തിലേക്ക് വരട്ടെ, ഇതുപോലെ ദൈവവിശ്വാസങ്ങളെ സ്വീകരിക്കട്ടെ, നെഞ്ചോടെടുക്കട്ടെ, എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ഒരു കേരളം ഉണ്ടാകട്ടെ എന്ന് പൊതുസമൂഹം പ്രത്യാശിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.